മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയുടെ കൂടെ ഞാനൊരു മാങ്ങാച്ചമ്മന്തിയും കൂടെ കാണിക്കുന്നുണ്ട്. പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും മാങ്ങാച്ചമ്മന്തിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ചോറുണ്ണാനെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 4 പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തോണേ. ഇതിപ്പോൾ ഒരു 4 എണ്ണത്തിന് ഒരു 3 പച്ചമുളക്, ഒരു 4 വറ്റൽമുളക്, ഒരു സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കണം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി സവോള എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണേ. പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ട് ചെറിയ പീസായിട്ട് ആദ്യം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരുപോലെ എടുക്കാൻ നോക്കണേ, അല്ലെങ്കിൽ ആ വേവിനൊരു ചെറിയ വ്യത്യാസം വരുവേ. നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിലാണെങ്കിലും നമുക്കത് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളേ. വലിയ പീസാകുമ്പോൾ നമ്മളൊന്ന് നടുക്കൂടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി എടുത്താൽ മതി. പൊട്ടറ്റോ എല്ലാം നമുക്ക് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാവേ. നമ്മൾ പൊട്ടറ്റോ എല്ലാം എന്താണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട്. നമ്മൾ അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതാണ്ട് ഒരുപോലെ ആയിരിക്കണം കേട്ടോ അരിയുന്നത്. അല്ലെങ്കിൽ ഈ ചിലതിന് കനം കുറഞ്ഞും ചിലതിന് കനം കൂടിയൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ വേവ് ബുദ്ധിമുട്ടാവുമേ. ഇനി നമുക്ക് ഈ ഉള്ളി അതുപോലെ അരിഞ്ഞെടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കണം കേട്ടോ. ഇത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ചെയ്ത് തരാറുണ്ട്. ഈ പൊട്ടറ്റോ ഇതുപോലെ മെഴുക്ക് പുരട്ടി, നല്ല ചമ്മന്തി, ഓംലെറ്റ്, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ. ഞങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ നല്ല ചട്ടിക്കകത്തായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിനകത്തൊന്നും അല്ലാതെ നല്ല ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടും ഈ സാധനം. പച്ചമുളക് അതായത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കീറി ഒന്ന് ഇടയ്ക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കണേ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോണം. മെഴുക്ക് പുരട്ടി ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്വല്പം എരിവ് വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ഒരു 4 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചങ്ങിട്ടാൽ മതി. ഇനിയിപ്പോൾ ഇത് നമ്മളെല്ലാം അരിഞ്ഞെല്ലാം കഴിഞ്ഞു. കുറച്ച് ബട്ടർ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ടാലും മതി, ഒരു കുഴപ്പമില്ല. വെളിച്ചെണ്ണയിലാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബട്ടറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവേ. ഞങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാം കേട്ടോ. അല്ല, വെളിച്ചെണ്ണയും കുറച്ച് ബട്ടറും കൂടെ ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഞാനിവിടെ അയണിൻ്റെ ഒരു കടായിയാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ ഉണ്ടല്ലോ ഈ ചട്ടിയിൽ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും ഈ മെഴുക്ക് പുരട്ടികളെല്ലാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ആഡ് ചെയ്യുകയാണേ. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ സ്വല്പം കടുക് ഞാൻ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പച്ചമുളക്, സവോള, ഫ്ലെയിം ഉണ്ടല്ലോ സിമ്മിലിട്ട് ആക്കിയേക്കണേ. അയൺ കടായിൽ വെക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കളറ് ചെറുതായിട്ടൊന്ന് മാറും കേട്ടോ. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് കിട്ടാൻ പക്ഷേ ഇത് നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പോൾ ഉള്ളിക്കാണേലും കണ്ടോ വേറൊരു നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിനകത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഭംഗി കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് ഇതിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഈ സവോള ഒന്ന് മുരിഞ്ഞൊന്ന് വരണം. ഈ അയൺ കടായിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ആ ഒരു ചൂട് നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നോളുവേ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ അങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ സിമ്മിൽ വെച്ചേക്കുവാണ്. ആ വറ്റൽമുളക് ചതച്ചതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണേ. സ്വല്പ വെള്ളം, ഞാനൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടറ്റോ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കണം, കാരണം അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വേകാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. നമ്മൾ ഈ പൊട്ടറ്റോ ഇവിടെ വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയേ.
ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു സ്വല്പ വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളൂ, ഒരു 1/4 കപ്പ് വെള്ളം. അപ്പം ഇപ്പം താണ്ട കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേൽ ഇങ്ങനെ ഒന്ന് നിരന്ന് കിടന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണേ. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, കാരണം അധികം വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഞാനിത് പല പ്രാവശ്യം ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നേ. ഇത് സ്കൂളിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ മെഴുക്ക് വരട്ടികൾ, ചമ്മന്തി. അതിൻ്റെ കൂടെ ഉള്ള നല്ല കോമ്പിനേഷനാണ് ചമ്മന്തി, അല്ലെ ഓംലെറ്റ്, ഫിഷ് ഫ്രൈ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റാവുന്ന നല്ല നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പൊതിച്ചോറ് കൊണ്ടുപോകാനും ഒക്കെ നല്ലതായത്. ഇതാകുമ്പോൾ ഒട്ടും ചമ്മന്തി ഇതൊക്കെ ആകുമ്പോഴേ നമുക്ക് വളരെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ചിലർക്ക് ഗ്രേവിയുള്ള സാധനങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടുപോകുന്നതോ അല്ലെ ഓഫീസിൽ കൊണ്ടുപോകുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കിയാൽ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാവേ. മെഴുക്ക് വരട്ടി ഇഷ്ടമില്ലാത്തൊരൊന്നും ആരും കാണത്തില്ല. ഇതൊരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് നിരത്തിയിട്ടിട്ട് ഓരോ ഭാഗം അന്നേരം നന്നായിട്ട് അത് ഫ്രൈ ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് വരുവേ. ഞാൻ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പം ഒട്ടും ബട്ടർ ഇല്ലാന്ന് നമുക്ക് തോന്നുവാണെങ്കിലുണ്ടല്ലോ, ഈ ഫ്രൈ ആക്കാൻ ഇപ്പം വെച്ചേക്കുന്ന സമയമില്ലേ, ആ സമയം ഒരു സ്വല്പം കൂടെ ബട്ടർ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമേ നല്ലപോലെ ചേർത്തത് കൊണ്ട് ഇനി എനിക്കിപ്പം ചേർക്കേണ്ട കാര്യമില്ലേ. ഇത് ഫ്രൈ ആകാനുള്ള ബട്ടർ ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാവേ. അപ്പം രണ്ടും കൂടെ ഉണ്ടാക്കാമല്ലോ. എന്താണ്ട് നന്നായിട്ടത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയേക്കാവേ. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നമുക്കിതങ്ങ് മാറ്റാം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മാങ്ങാ ചമ്മന്തിക്കുള്ള സാധനങ്ങളാണ്. ഇപ്പം ഞാനൊരു ചെറിയ മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളേ. നമ്മൾ തേങ്ങ എന്തേലും എടുക്കുന്നു അതിനനുസരിച്ചുള്ള മാങ്ങ എടുത്താൽ മതി. ഞാനിപ്പം ഒരു ചെറിയൊരു കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മാങ്ങയുടെ പകുതിയുള്ളേ. പിന്നെ ഒരു 4 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയ പീസ് മതി കേട്ടോ. പിന്നെ ഒരു 3-4 ചുവന്നുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കത്തേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് ഞാൻ സ്പൂണിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ക്രഷ് ചെയ്തിട്ട് പിന്നെ സ്പൂണിട്ട് ഇളക്കി അങ്ങനെ കേട്ടോ. ഒട്ടും ഞാൻ വെള്ളം ഒഴിക്കത്തില്ലേ. മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല കറക്റ്റ് കട്ട ചമ്മന്തിയായിട്ട് വന്നു. നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയ്ക്കകത്തുള്ള വെള്ളവും ഈ തേങ്ങയും കൂടെ അരയ്ക്കുമ്പം കറക്റ്റ് ഇതാവും. നിങ്ങൾ ഒരിക്കലും വെള്ളം കോരി ഒഴിക്കരുത്, അന്നേരത്തിന് വല്ലാതെ ലൂസായിപ്പോയി. ഇതുപോലെ കിട്ടണേ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ആ സ്പൂൺ ഇട്ടിങ്ങനെ ഒന്ന് ഇളക്കി അങ്ങനെ അരച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നല്ലോ നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് കാണിക്കുകയാണ്. നല്ല മാങ്ങാ ചമ്മന്തി, നല്ല ബട്ടറിൽ ഉണ്ടാക്കിയെടുത്ത അടിപൊളി ടേസ്റ്റിലുള്ള പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയും. ഇതിൻ്റെ കൂടെ ഫിഷ് ഇല്ലേ പോലും നല്ലൊരു ഓംലെറ്റും കുറച്ച് കട്ട തൈര് അതും ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഊണ് കഴിക്കാവുന്നേ ഉള്ളേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും ഈ ചിക്കനും ബീഫും ഫിഷും എല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഫുഡിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കഴിച്ച് കഴിയുമ്പം നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സുഖം കിട്ടും. ഡിഫറെൻ്റായിട്ട് ഓരോ ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. താങ്ക് യു.